ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ഉച്ച കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കിപ്പോരാം. ഇന്ന് എല്ലാ സിനിമകൾക്കും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഞായറാഴ്ച കാണാൻ കഴിയുന്നത്. ഇവിടെ 19-ാം തീയതി ഒക്ടോബറിൽ നമുക്ക് 4 ചിത്രങ്ങളുടെയാണ് കളക്ഷൻ നമ്മൾ എടുത്തു വരുന്നത്. ലോക, ഡ്യൂഡ്, പെറ്റ് ഡിറ്റക്റ്റീവ്, കാന്താര ചിത്രങ്ങളുടെയാണ്. അതിന് മുന്നോടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഡ്യൂഡ് എന്ന ചിത്രം ഇറങ്ങി ഇന്ന് 3-ാം ദിവസമാണ്. ഈ ഒരു സിനിമ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നു. ഈ ഒരു ദീപാവലി കാലത്ത് വന്നതിൽ ഏറ്റവും മികച്ച കളക്ഷനിൽ മുന്നോട്ട് പോകുന്ന ചിത്രമാണ്. പ്രദീപ് രംഗനാഥൻ നായകനായി എത്തി മമിത ബൈജു നായികയുമായി എത്തിയ കീർത്തീശ്വരൻ്റെ ചിത്രം ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 295 ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4 മണിവരെ 17,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 22% ഒക്യുപ്പൻസിയിൽ 27 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വെച്ച് തന്നെയായിരുന്നു ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ടുള്ള കളക്ഷൻ വന്നത്. അതായത് കേരളത്തിൽ നിന്ന് ആദ്യ 2 ദിവസം കൊണ്ട് സിനിമ 1,20 ലക്ഷം രൂപയോളമാണ് നേടിയത്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 70-75 ലക്ഷം രൂപ വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 45 കോടി 2 ദിവസം കൊണ്ട് നേടി എന്നുള്ളതാണ് പറയുന്നത്. സ്പ്ലിറ്റപ്പിൽ തന്നെ പറയുന്നു, തമിഴ്നാട്ടിൽ നിന്ന് 24 കോടിയും തെലുങ്കിൽ നിന്ന് 2,90 ലക്ഷം രൂപയും കർണാടകത്തിൽ നിന്ന് 2,70 ലക്ഷം രൂപയുമാണ് പുറത്ത് വന്നിരിക്കുന്ന കണക്കുകൾ. കേരളത്തിൽ നിന്ന് 1,20 ലക്ഷം രൂപ കടന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 25 ലക്ഷം രൂപയോളമാണ് നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 14,4 കോടിക്ക് അടുത്ത് നേടിയ ചിത്രം 45.5 കോടിക്ക് മുകളിലാണ് നേടിയതായിട്ട് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നത്തോടെ സിനിമ 75 കോടിയിലേക്ക് അല്ലെങ്കിൽ 70 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഈ ഒരു സിനിമ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലെ വമ്പൻ വിജയമായി മാറുന്നു. ഹാട്രിക് ഹിറ്റിലേക്ക് ഈ സിനിമ മാറുകയും കൂടെ ചെയ്യുകയാണ്. 18-ാം ദിനത്തിൽ ഓടുന്ന കാന്താരയ്ക്ക് മികച്ച ദിനമാണ് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 446-ഓളം ഷോകൾ ഉച്ചവരെ ട്രാക്ക് ചെയ്തപ്പോൾ 50,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 41% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 79 ലക്ഷം രൂപയോളം. ഇന്ന് 1.5 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷനായി വരാൻ പോകുന്നത്. ഇതുവരെയുള്ള കളക്ഷൻ വെച്ച് തന്നെ സിനിമ 1 കോടി കടന്നിരിക്കുകയാണ്. ട്രാക്കിങ്ങിലൂടെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നത് 90 ലക്ഷം രൂപ മുതൽ 1,25 ലക്ഷം രൂപ വരെയുള്ളതായിരിക്കാം. ഇന്നലെ നമുക്ക് 864 ഷോകളിൽ നിന്ന് 1,10 ലക്ഷം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ വന്നത്. അതായത് ഇന്നലെയും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.25 കോടി 1,40 ലക്ഷം രൂപ റേഞ്ചിലാണ് നേടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ 53 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരുന്നത് 717 ആണെങ്കിൽ ഇപ്പോൾ സിനിമ 780 കോടിക്ക് അടുത്ത് എത്തി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇനിയും ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിന് മുകളിലായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാം. പലരും ട്രാക്ഡ് കളക്ഷൻസിനെ ചുറ്റിപ്പറ്റി കഥകൾ പറഞ്ഞു വരുമ്പോൾ അത് ബാക്കി എല്ലാ സിനിമകൾക്കും അങ്ങനെ ബാധകവും ചില സിനിമകൾക്ക് അതായത് പ്രത്യേക ചാനലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. ബാക്കി എല്ലാവർക്കും ഒരേപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. ലോകയ്ക്ക് ഇത് ഗംഭീര ഞായറാഴ്ച തന്നെയാണ്. 53-ാം ദിനം ഓടുന്ന ഈ ഒരു ചിത്രം പുതിയ റെക്കോർഡ് തീർത്തിരിക്കുന്നു. ഇന്ന് ഇതുവരെ 92 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ 4,500-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടെ ഉച്ചവരെ വിറ്റുപോയിരിക്കുന്നത്. 27% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 8,10,000-ഓളം രൂപയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 3 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെയാണ് ട്രാക്കിംഗ് വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് 8 ലക്ഷത്തിന് മുകളിലേക്ക് വന്നു. ഫൈനലായിട്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. 15-16 ലക്ഷം രൂപയായിരിക്കാം സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ. ഇതുവരെ ട്രാക്കിങ്ങിലൂടെ മാത്രം 110 കോടി 94 ലക്ഷം രൂപ നേടിയ ചിത്രം ഇന്നത്തോടെ 111 കോടി എന്നുള്ള ആ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്തും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 123 കോടിയും 65 ലക്ഷം രൂപയും കടന്ന് സിനിമ പോവുകയാണ്. അതായത് കേരളത്തിൽ ഫൈനൽ റണ്ണിൽ 125 കോടി തന്നെ അടിക്കുമെന്ന് സിനിമ ഉറപ്പിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് 303 കോടി 42 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്താണേലും 303 കോടിയും കടന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു ഞായറാഴ്ചയും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമ ഇതിനോടകം തന്നെ സർവ്വകാല റെക്കോർഡുകളെല്ലാം തന്നെ തൂത്ത് അടിച്ചു വാരിക്കൊണ്ട് തന്നെയാണ് പോന്നിരിക്കുന്നത്. ഇനിയും OTT റിലീസിന് വേണ്ടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിൻ്റെ തീയതി 23-ാം തീയതി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ ഫൈനലായി ഇനിയും ഓടും. മിനിമം ഒരു 25 ദിവസം കൂടെ കേരള ബോക്സ് ഓഫീസിൽ, അതായത് 80 ദിവസം മുതൽ 100 ദിവസം വരെ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകും. ഫൈനൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 125 കോടിയും വേൾഡ് വൈഡ് ആയിട്ട് 305 കോടിയുമാണ് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്. ബാംഗ്ലൂർ, കൊച്ചി, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മികച്ച റെസ്പോൺസ് ഈ ഒരു ഞായറാഴ്ചയും സിനിമയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ തന്നെയായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്.
ഇപ്പോൾ റിലീസായ ചിത്രങ്ങളിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായി മാറിയിരിക്കുകയാണ് പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്ത ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം. ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും നായകന്മാരായി എത്തിയിരിക്കുന്ന ഈ ഒരു ചിത്രം ഈ ഒരു ഞായറാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. ഞായറാഴ്ച അതിഗംഭീര കളക്ഷനിലൂടെ പോകുന്ന സിനിമയ്ക്ക് ശനിയാഴ്ച ഭീകരമായ കളക്ഷൻ തന്നെയായിരുന്നു. ഇന്നലെ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ സ്ഥിരമായി എടുക്കുന്ന ട്രാക്കറിൽ നിന്ന് വന്നത് എല്ലാ സിനിമകൾക്കും വളരെ കുറവായിട്ട് തന്നെയായിരുന്നു. പിന്നീടാണ് അത് അപ്ഡേറ്റ് ആയി വന്നത്. അപ്പോൾ ഇന്ന് പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പറയുമ്പോൾ ഇന്നലത്തെ കളക്ഷൻ തൊട്ട് തുടങ്ങാം. 584 ഷോകളിൽ നിന്ന് 50,409 ടിക്കറ്റുകളാണ് ഇന്നലെ വിറ്റുപോയതായി പറയുന്നത്. 38.5% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 83,71,000 രൂപയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,10,00,000 രൂപയോളമാണ് സിനിമ ഇന്നലെ മാത്രമായി നേടിയത്. ആദ്യ 2 ദിനങ്ങളിൽ സിനിമയ്ക്ക് 47 ലക്ഷം രൂപയും 52 ലക്ഷം രൂപയുമാണ് ട്രാക്കിങ്ങിലൂടെ ലഭിച്ചതെങ്കിൽ ഈ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടിക്ക് അടുത്ത് നേടി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് കൊടൂരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചവരെയുള്ള അല്ലെങ്കിൽ 4 മണി വരെയുള്ള കളക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നു 331 ഷോകളിൽ നിന്ന് 33,000-ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. ഇതുവരെയുള്ള ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ തിയേറ്റർ ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്ന് 45% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. 15ഓളം ഹൗസ്ഫുൾ ഷോകളും 40ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 79ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 55 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ 1,15,00,000 രൂപ ആ റേഞ്ചിലേക്ക് സിനിമ കയറും എന്നുള്ളത്. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും. കാരണം മലയാളികൾക്ക് ഇത് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രമായി മാറുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. ഇന്ന് സിനിമയുടേതായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1.5 കോടിക്ക് അടുത്തായിരിക്കാം എന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തോടെ സിനിമ 5 കോടിക്ക് അടുത്തേക്ക് എത്തുമെന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഏറെക്കുറെ 4 കോടി തന്നെ ഇന്നലെ എത്തിയിരുന്നു. ഇന്നത്തോടെ അത് 6 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് എല്ലാവരുടെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപകാലത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു ഞായർ ബാൾട്ടിക്കും മികച്ച ദിനമായി നടക്കുന്നു. 24-ാം ദിനത്തിലാണ് സിനിമ ഓടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് വന്നത്. ഇന്നലെ വലിയ ഇടിവായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. വെറും 26 ഷോകളിൽ നിന്ന് 20,000 രൂപ മാത്രമാണ് സിനിമയ്ക്ക് വന്നത്. ഇന്ന് അതേ സമയത്ത് ഉച്ച കൊണ്ട് തന്നെ 33 ഷോയിൽ നിന്ന് 1000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും ഇന്നലെ 3.5% ഒക്യുപ്പൻസിയെങ്കിൽ ഇന്ന് 17% ഒക്യുപ്പൻസിയിലേക്ക് മാറുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. 1,64,000 രൂപ ഇതിനോടകം സിനിമയ്ക്ക് കളക്ഷനായി നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് സിനിമയുടെ ഫൈനലായി പ്രതീക്ഷിക്കുന്നത് 2.25 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. അതായത് ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമയ്ക്ക് വന്നിരിക്കുന്ന ആ കണക്കുകൾ നോക്കുമ്പോൾ 4.5 ലക്ഷം രൂപ സിനിമ നേടുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8.5 കോടിക്ക് മുകളിലേക്ക് എത്തിയ സിനിമ 9 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നമ്മളേവരും ഉറ്റുനോക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 12.5 കോടിക്ക് അടുത്താണ് സിനിമയുടെ മൊത്തം കളക്ഷനായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഫൈനൽ റൗണ്ടിലേക്ക് ഓടുന്ന ബാൾട്ടി മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് പ്രേക്ഷകരുടെ പ്രതീക്ഷയുള്ള ചിത്രം തന്നെയായിരുന്നു ഈ സിനിമ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഏത് സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് വേണ്ടതെന്നുള്ള കമൻസിലൂടെ പറയാം.